മഹാമാരികളാകാൻ സാധ്യത കൽപ്പിക്കുന്ന രോഗങ്ങളുടെ കൂട്ടത്തിൽ നിലവിൽ ലോകത്തിൽ വളരെ കുറച്ചിടങ്ങളിൽ മാത്രം പകർച്ച തെളിയിക്കപ്പെട്ട വൈറൽ അണുബാധയാണ് നിപ്പ. കേരളത്തിൽ 2018 മുതൽ 2023 വർഷങ്ങളിലാണ് നിപ്പ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ പഴന്തീനി വവ്വാലുകളിൽ നിപ്പ വൈറസിന്റെ സാന്നിധ്യം കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് നിപ്പ കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളെങ്കിലും എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിലും നിപ്പ വൈറസിന്റെ സാന്നിധ്യം വവ്വാലുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപൂർവമാണെങ്കിലും ഈ വൈറസുകൾ മനുഷ്യരിലേക്ക് എത്തുന്നതും മരണങ്ങൾക്കും ഭീതിക്കും കാരണമാകുന്നുണ്ട്. കേരളത്തിൽ നിപ്പ റിപ്പോർട്ട് ചെയ്ത 2018-ലും 2023-ലും കുടുംബങ്ങൾക്കുള്ളിലും ആശുപത്രികൾ കേന്ദ്രീകരിച്ചും അണുബാധ മറ്റുള്ളവരിലേക്ക് പടരുന്ന സാഹചര്യമുണ്ടായി. സംസ്ഥാനത്ത് മനുഷ്യർക്കിടയിലും വവ്വാലുകൾക്കിടയിലും കണ്ടെത്തിയിട്ടുള്ള നിപ്പ വൈറസ് വകഭേദം ബംഗ്ലാദേശിൽ കാണപ്പെടുന്ന നിപ്പ വൈറസുമായി ജനിതകമായി വളരെ സാമ്യമുള്ളതാണെങ്കിലും അവിടെ നിന്ന് കടന്നു വന്നതല്ല എന്നാണ് കരുതുന്നത്. ജനിതക പ്രത്യേകതകൾ കാണിക്കുന്നത് കേരളത്തിന് നേരത്തെ തന്നെ ഈ വൈറസുകൾ വവ്വാലുകളിൽ നിന്ന് ഉണ്ടായിരുന്നു എന്നും എന്നാൽ 2018 ശേഷം മാത്രമാണ് കണ്ടെത്തിയതെന്നുമാണ്. 2018 മുതൽ 2023 വരെയുള്ള കാലയളവിൽ കേരളത്തിൽ മനുഷ്യരിലും വവ്വാലുകളിലുമായി കണ്ടെത്തിയ നിപ്പ വൈറസിന് തമ്മിൽ ജനിതക വ്യത്യാസങ്ങൾ കാര്യമായി കാണുന്നില്ല. എന്നാൽ ഈ രോഗം ഉണ്ടാക്കുന്ന മരണനിരക്ക് 90% നിന്ന് ഏതാണ്ട് 33% കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. വവ്വാലുകളിൽ നിന്ന് വൈറസ് ഏതൊക്കെ രീതിയിലാണ് മനുഷ്യരിലേക്ക് എത്തിച്ചേരുക എന്നതിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. ഏതെങ്കിലും മൃഗങ്ങൾ വവ്വാലുകൾക്കും മനുഷ്യർക്കും ഇടയിൽ ഇടനിലക്കാരായി വർത്തിച്ച് അണുബാധ മനുഷ്യരിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്നതും കണ്ടെത്താനായിട്ടില്ല. ഇവ കണ്ടെത്താനുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ നിപ്പ അണുബാധകളെല്ലാം സംഭവിച്ചിരിക്കുന്നത് മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ്. വവ്വാലുകളുടെ ഇണചേരലും പ്രജനനവും നടക്കുന്ന സമയമാണിത്. കൂടാതെ നമ്മുടെ നാട്ടിൽ സുലഭമായ പല പഴങ്ങളും മൂത്തു പഴുക്കുന്നത് ഈ സമയത്താണ്. പ്രജനന കാലത്ത് വവ്വാലുകളിൽ നിപ്പ വൈറസിന്റെ സാന്നിധ്യം വളരെ കൂടുതലാവുകയും അത് നേരിട്ട് വവ്വാലുകളുമായുള്ള സമ്പർക്കം, അവയെ മാംസത്തിനായി ഉപയോഗിക്കുക തുടങ്ങിയവയിലൂടെയോ വവ്വാലുകൾ കടിച്ച് ഉപേക്ഷിക്കുന്ന പഴങ്ങൾ ഭക്ഷിക്കുന്നതിലൂടെയോ ഇവയുടെ വിസർജ്യം വഴിയോ വാഴക്കൂമ്പുകളിലെ തേൻ പോലെയുള്ള വസ്തുക്കൾ വഴിയോ ഇടനിലക്കാരായി നിൽക്കുന്ന മൃഗങ്ങൾ വഴിയോ മനുഷ്യരിലേക്ക് എത്തിച്ചേരാം. വവ്വാലുകളെ പിടികൂടുക, വേദനിപ്പിക്കുക, അവയുടെ ആവാസ വ്യവസ്ഥ തകർക്കുക, ഭയപ്പെടുത്തുക തുടങ്ങിയ സാഹചര്യങ്ങൾ വൈറസുകൾ കൂടുതലായി മനുഷ്യരിലേക്ക് എത്തുന്ന അവസ്ഥ സൃഷ്ടിക്കുമെന്ന് പഠനങ്ങളും കാണിക്കുന്നു. മസ്തിഷ്ക ജ്വരത്തിന് സമാനമായ രോഗലക്ഷണങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന ശ്വാസം മുട്ടലോട് കൂടിയുള്ള പനികൾ നിരീക്ഷിക്കുന്നതിലൂടെ നിപ്പ ഉൾപ്പെടെയുള്ള ഗുരുതര വൈറസ് പകർച്ചവ്യാധികളെ നേരത്തെ കണ്ടെത്താനാകും. നിപ്പ മനുഷ്യരിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടെത്തുന്നത് അണുബാധ കാരണമുള്ള മരണനിരക്കും സങ്കീർണതകളും കുറയ്ക്കാൻ സഹായിക്കും. കുടുംബത്തിനുള്ളിലോ അടുത്ത സുഹൃത്തുക്കൾക്കിടയിലോ ഒരുമിച്ച് ജോലി എടുക്കുന്നവർക്കിടയിലോ ഒന്നിലധികം ആളുകൾ സമാന സാഹചര്യത്തിൽ മരണപ്പെടുകയോ അവർക്കിടയിൽ മസ്തിഷ്ക ജ്വരത്തിന് സമാനമായ രോഗലക്ഷണങ്ങളുള്ള പനികൾ ഉണ്ടാവുകയോ ചെയ്താൽ നിപ്പ ബാധ സംശയിക്കണം. ആശുപത്രികളുടെ തിരക്കേറിയ കാഷ്വാലിറ്റി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, പരിശോധന മുറികൾ തുടങ്ങിയ ഇടങ്ങളിൽ ഉയർന്ന അളവിൽ നിപ്പയുടെ പകർച്ച സംഭവിക്കാമെന്ന് ഇതുവരെയുള്ള അനുഭവങ്ങൾ കാണിക്കുന്നത്. മാസ്കുകൾ പോലെയുള്ള വ്യക്തി സുരക്ഷാ മാർഗങ്ങൾ ശീലമാക്കാതെ ആരോഗ്യ പ്രവർത്തകരിലേക്ക് നിപ്പ പകരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.